ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസിലെ അർത്തിയ പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക, കൂടെ ലൈക്ക് നൽകുക. അറപ്പേ പാലത്തിൻ്റെ ഗർഡർ വെക്കുന്ന വർക്കൊക്കെ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മാസം മുന്നേ തുടങ്ങിയ വർക്ക് ഇടയ്ക്ക് ലോഞ്ചർ തകരാറായതിനെ തുടർന്ന് നിന്നുപോയിരുന്നു. പിന്നീട് ലോഞ്ചറിൻ്റെ സർവീസ് കഴിഞ്ഞ ശേഷം അതിവേഗമാണ് കേട്ടോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അറപ്പേ പാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ആയം കൂടിയ പുഴയാണ്, കൂടാതെ അടിയൊഴുക്ക് ശക്തമാണ്. പൈലിങ്ങിൻ്റെ അടക്കം വർക്കുകൾ ഇവിടെ വളരെ പ്രയാസപ്പെട്ടാണ് നടന്നിരുന്നത്. ആകെ മൊത്തം 40 ഗർഡറുകളാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. 22 എണ്ണം ഇതുവരെയും, അതായത് സെപ്റ്റംബർ 9 തിങ്കളാഴ്ച വരെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തൊണ്ണൂറ്റിയെട്ട് ടണ്ണാണ് ഒരു ഗർഡറിൻ്റെ ആകെ ഭാരം, അതായത് 88,904 കിലോഗ്രാം ഭാരമുണ്ട്. ഒരു ഇന്ത്യക്കാരൻ്റെ ശരാശരി ഭാരം 60 കിലോഗ്രാമാണ്. അങ്ങനെയെങ്കിൽ 1480-ലധികം ആളുകളുടെ ഭാരമാണ് ഒരു ഗർഡറിൽ മാത്രമുള്ളത്. രാമനാട്ടുകര ഫ്ലൈഓവറിന്റെ ഭാഗത്താണ് അറപ്പേ പാലത്തിന് ആവശ്യമായ 40 ഗർഡറുകളും കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നിന്നും ഐനിലം അണ്ടർപാസിന്റെ മേലെ കൂടിയാണ് ഈ ഗർഡർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത ഗർഡറിന്റെ മേലെ 2 ട്രാക്ക് കാണാം. ഗർഡർ അതിലേക്ക് വെച്ചിട്ട് ഗാൻഡ്രി ക്രെയിൻ അടുത്തേക്ക് വലിച്ചു കൊണ്ടുവരും. പിന്നീട് ഗാൻഡ്രി ഉപയോഗിച്ചാണ് പിയർ കാപ്പിന്റെ മേലേക്ക് ഗർഡർ വെക്കുക.
ഇങ്ങനെ ഗർഡർ പിയർ ക്യാപ്പിലേക്ക് വെക്കുന്നതിനിടയിലാണ് നേരത്തെ ലോഞ്ചറിന് തകരാർ സംഭവിച്ചത്. ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗർഡർ ലോഞ്ചിങ് വളരെ സമയമെടുത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ ലോഞ്ചിങ്ങിന്റെ ഫുൾ വീഡിയോ കാണിക്കാൻ സാധിക്കാത്തത്. ഗർഡർ ലോഞ്ചിങ് പുഴയുടെ സെന്റർ ഭാഗമൊക്കെ പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വളരെ പെട്ടെന്ന് വർക്ക് തീരും. ലോഞ്ചറിന് തകരാറൊന്നും വീണ്ടും സംഭവിച്ചില്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ അറപ്പുഴ പാലത്തിലെ ഗർഡർ ഇൻസ്റ്റാളേഷൻ തീരും. ഇവിടുത്തെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞതിന് ശേഷം കോരപ്പുഴയിലേക്ക് കൊണ്ടുപോകും ഈ ഗാൻട്രി ക്രെയിൻ. അറപ്പ പാലത്തേക്കാളും നീളം കൂടിയ പുഴയാണ് കോരപ്പുഴ. അപ്പോൾ കൂടുതൽ സമയം അവിടുത്തെ വർക്കിന് വേണ്ടിവരും. 4 പുഴപ്പാലങ്ങളാണ് ബൈപ്പാസിൽ ആകെയുള്ളത്. അതിൽ താരതമ്യേന ചെറിയ പുഴകളായ പുറക്കാട്ടിരി, മാമ്പു എന്നിവിടങ്ങളിലെ പാലത്തിന്റെ കോൺക്രീറ്റ് അടക്കം പൂർത്തിയായിട്ടുള്ളതാണ്. 4 പുഴകൾക്കും മേലെ നിലവിലെ പാലത്തിന് സമാന്തരമായി ഒരു പാലം മാത്രമാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. അതുകൊണ്ട് ഇവിടങ്ങളിൽ ഹൈവേ 4 വരി ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ NH60 അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.